ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാളം ചിത്രങ്ങളുടെ അവിടെ പിന്നെ തഗ് ലൈഫ് എന്ന് പറയുന്ന കമലഹാസൻ ചിത്രത്തിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുധനാഴ്ച ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട്, വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ട് നിരവധി ചിത്രങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം പ്രേക്ഷകരുടെയും മികച്ച സ്വീകാര്യതയും കളക്ഷൻ നേടിയ ചിത്രങ്ങൾക്ക് തന്നെ നോക്കാം. ഒന്നാമത്തെ ചിത്രം സണ്ണി വെയിൻ, സൈജു കുറുപ്പ്, അപർണ ദാസ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറയുന്ന സിനിമയാണ്. സൈജു കുറുപ്പ്, സണ്ണി വെയിൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രക്ക് ഫെബി ജോർജ് അണിയിച്ചിരിക്കുന്ന ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ അത്ര നല്ലൊരു കളക്ഷൻ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ആ ചിത്രത്തിന്റെ 6 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരും ചിത്രത്തിന് ഏകദേശം 42 ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് രണ്ടാം വാരത്തിലോട്ട് കിടക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ആസിഫ് അലി കേന്ദ്ര കഥാപാത്രത്തെത്തിയ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആസിഫ് അലിക്കൊപ്പം തന്നെ ജഗദീഷ്, ഹരിശ്രേഷോഹൻ, സിദ്ധാർത്ഥ് ഭരതൻ, അസീസ് നെടുമങ്ങാട്, ശ്രേയ രുക്മിണി, തുളസി ഹരിദാസ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രക്ക് സേതുനാഥ് പത്മകുമാർ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ആദ്യ ദിനങ്ങളെല്ലാം തന്നെ മികച്ച കളക്ഷൻ സ്വന്തമാക്കിയപ്പോൾ വർക്കിൻ്റെ ബോക്സ് ഓഫീസിൽ നേരിയ തോതിലുള്ള തകർച്ച നേരിടുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 6ാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രത്തിന് ഏകദേശം 15 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 4 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും തുടർ വിജയങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ആസിഫ് ചിത്രത്തിന്റെ മികച്ച അഭിപ്രായങ്ങൾ നേടിയിട്ടും ബോക്സ് ഓഫീസിൽ വലിയൊരു സ്വീകാര്യത നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ എക്കാലത്തെ ഹിറ്റ് ചിത്രങ്ങൾ ഒന്നിട്ടുള്ള ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയുടെ റീ റിലീസിംഗും കഴിഞ്ഞ ആഴ്ച ചെയ്തു. മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷനും തന്നെയാണ് ചിത്രം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി 2007 അൻവർ റഷീദ് അണിയിച്ചൊരുക്കിയ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ അന്നും വലിയ വിജയങ്ങൾ തന്നെ നേടിയിട്ടുണ്ടായിരുന്നു. 18 വർഷങ്ങൾക്ക് ഇപ്പുറം ചിത്രം വീണ്ടും തിയേറ്ററിലെത്തിയപ്പോൾ പ്രേക്ഷകരും അതോടൊപ്പം തന്നെ സിനിമാ പ്രേമികളും ലാലേട്ടൻ ആരാധകരെല്ലാം തന്നെ ചിത്രത്തെ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യ ദിനം മുതൽ വർക്കിൻ്റെയും ചിത്രം തളരാതെ ബോക്സ് ഓഫീസിൽ കുതിച്ചു വരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 6ാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ 30 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ ചിത്രം സ്വന്തമാക്കിയതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 6 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 3 കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങൾ എത്രത്തോളം വലിയ തുകകൾ കണ്ടെത്താൻ സാധിക്കുന്നറിയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 ആയിട്ട് തുടരുന്നത് മെയ് മാസം തിയേറ്ററിലെത്തിയ ചിത്രങ്ങൾ തന്നെയാണ്. ആ ലിസ്റ്റിലെ ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തെത്തിയ നരിവേട്ട എന്ന് പറയുന്ന സിനിമയാണ്. ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ, പ്രേമദ കൃഷ്ണൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അനുരാജ് മനോഹർ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു നരിവേട്ട എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 20ാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ ബുധനാഴ്ച ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ഏകദേശം 20 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് 3ാം വാരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 30 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിന് മാത്രം ചിത്രം 18 കോടി പിന്നിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങൾ എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന അറിയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ മെയ് മാസം തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ഡിറ്റക്റ്റീവ് ഉജ്ജൻ എന്ന് പറയുന്ന സിനിമ. ധ്യാൻ ശ്രീനിവാസനോടൊപ്പം തന്നെ സിജു വിൽസൺ, കോട്ടയം നസീർ, ഡോണി ഡേവിഡ് രാജ്, സീമാജി നായർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ, രാഹുൽജി തുടങ്ങിയവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ കോമഡി ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജൻ എന്ന് പറയുന്ന സിനിമ. നാടൻ ഷെർലക് ഹോംസ് ആയിട്ട് ധ്യാൻ ശ്രീനിവാസൻ എത്തിയപ്പോൾ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ധ്യാന്റെ കരിയറിലെ മികച്ച ഒരു കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ 20ാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 5 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ 20 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 7 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത് എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന അറിയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ OTT റിലീസിന് ശേഷവും ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ പടക്കളം എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ്. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ, സന്ദീപ് പ്രദീപ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രക്ക് മനു സ്വരാജ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പടക്കളം എന്ന് പറയുന്ന സിനിമ. മെയ് മാസം 8ാം തീയതി തിയേറ്ററിലെത്തിയ ചിത്രത്തിന് മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ OTT റിലീസ് കഴിഞ്ഞ ദിവസമായിരുന്നു. ഇന്നലെ ചിത്രത്തിന്റെ OTT റിലീസ് ജൂൺ മാസം 10ാം തീയതിയായിരുന്നു നടന്നിട്ടുണ്ടായത്.
OTT റിലീസിന് ശേഷവും ചിത്രം തിയേറ്ററുകളിൽ കാണാൻ ആളുകൾ ഏറെയാണ്. ഇന്നലെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ 3 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ 35 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 19 കോടിക്ക് അടുത്ത് കളക്ഷൻ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നൊക്കെയാണ് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 20 കോടിക്ക് മുകളിൽ സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിക്കുക. എന്നൊക്കെയാണ് ചിത്രം ഇതിനോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മികച്ചൊരു അഭിപ്രായം കളക്ഷൻ സ്വന്തമാക്കി മുന്നേറുന്ന ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ജനപ്രിയ നായകൻ ദിലീപ് കേന്ദ്ര കഥാപാത്രമെത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയാണ്. ദിലീപിനോടൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസൻ, ജോണി ആന്റണി, മഞ്ജു പിള്ള, ബിന്ദു പണിക്കർ, ഉർവശി, സിദ്ദിഖ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം നവാഗതനായ ബിൻഡോ സ്റ്റീഫനായിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 34ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 7 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ 33 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 26 കോടി പിന്നിട്ടതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങൾ എത്രത്തോളം കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ OTT റിലീസ് പറഞ്ഞിരിക്കുന്നത് ഈ ആഴ്ചയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ കമലഹാസൻ കേന്ദ്ര കഥാപാത്രമെത്തിയ തഗ് ലൈഫ് എന്ന് പറയുന്ന തമിഴ് സിനിമയാണ്. വമ്പം പ്രതീക്ഷയോടെ എത്തിയ ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കമലഹാസനൊപ്പം തന്നെ തൃഷ, നാസർ, ചിദംബരസൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം മണിരത്നം എന്ന് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ചിത്രത്തിന് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന് 6ാം ദിവസമായിട്ടുള്ള ഇന്നലെ തമിഴ്നാട് ബോക്സ് ഓഫീസിന് 1,45 ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 88 കോടി 30 ലക്ഷം രൂപ സ്വന്തമാക്കി 30 ലക്ഷം രൂപ സ്വന്തമാക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നൊക്കെയാണ് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ചിത്രം വരും ദിവസങ്ങൾ എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്തുന്നത്. അപ്പം ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ച അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസമൊക്കെ ആയിട്ട് ഇപ്പോഴും അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് കേരള ബോക്സ് ഓഫീസിൽ അത്യാവശ്യം ഭേദപ്പെട്ട വിജയം സ്വന്തമാക്കി മുന്നേറുന്ന ചിത്രങ്ങൾ. അപ്പം ഈ ഒരു ചിത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.